തിരുവാതിരകളിയുടരുന്നേ മേലെ മാനത്തും മാമ്പൂ പോകുന്നേ തീരം ആയില്ലേ മലയാളക്കര അറിയില്ലേ ആർപ്പോ ഇറോതൻ തുടിതാളം കേട്ടുന്നേ ചെണ്ടമേള കൊട്ടി കളിയാണ് മുല്ലപ്പൂവും ചൂടി വരവാണ് സദ്യ കൂട്ടങ്ങൾ ഒരുങ്ങാണ് വന്നാട്ട് തിന്നാട്ട് ഒരുമിച്ച് നിന്നാട്ട് ചെണ്ടമേള കൊട്ടി കളിയാണ് മുല്ലപ്പൂവും ചൂടി വരവാണ് സദ്യ കൂട്ടങ്ങൾ ഒരുങ്ങാണ് വന്നാട്ട് തിന്നാട്ട് ഒരുമിച്ച് നിന്നാട്ടെ കൊട്ടും കുത്തിലേ ഓണ കുടവയുടുത്തില്ലേ ഊഞ്ഞാലാടണ്ടേ ഓല കുടവേണ്ടേ ചാന്തും വച്ചില്ലേ ചാഞ്ചക്കം കളിയാടണ്ടേ ചെമ്മേ ചെമ്പട്ടിൻ ചേലിലാവണ്ടേ നിറത്തോണ്ട് വെളമണ കണ്ട പച്ചടി കിച്ചടി പായസം ചമഞ്ഞിട്ട് ഒരുങ്ങിട്ട് ഇടിവെട്ട് കളറിട്ട് എത്തുനിക്ക് സാരിയും സൽവാറും മുണ്ടെടുത്തോണ്ടത് വായിങ് പവറായി അടിമുടി കത്തിക്കാൻ റെഡിയാവാ തലമുറ ഇല്ലാത്ത കൂടണ വൈവായി എല്ലാരും സൂപ്പർ നല്ലൊരു കൈയടി കൊടുത്തേ സമ്മാനം അവിടെ കൊണ്ടുപോയി കൈയടി കൊടുത്ത് കറക്റ്റാന്നേ നേരെ ആരും പോയിട്ടില്ല പൊക്കോ എത്താറായി ഒരു കാരോട് വെച്ചാ മതി പുളിശ്ശേരി ഉപ്പേരി വിളമ്പിക്ക് കൊടുക്ക കത്തിക്ക് ഓണം എത്തിക്ക് സദ്യ കൂട്ടിന് ഒരു കൈ ചോറങ്ങ് കൊണ്ട അച്ചാറ് പുളിയ തോരന് വിളമ്പ പുളിശ്ശേരി ഉപ്പേരി വിളമ്പിക്ക് കൊടുക്ക അടിച്ചപ്പ കിക്ക കഴിച്ചപ്പ സെറ്റ അടിച്ചപ്പ കിക്ക കഴിച്ചപ്പ സെറ്റ അടിച്ചപ്പ കിക്ക കഴിച്ചപ്പ സെറ്റ അടിച്ചപ്പ കിക്ക കഴിച്ചപ്പ സെറ്റ ഓണം വന്നേ തിരുവാതിരകളി ഉണരുന്നേ മേലെ മാനത്തും മാപ്പു പൂക്കുന്നേ നേരം ആയില്ലേ മലയാളക്കര അറിയില്ലേ ആർക്കോ ഇറോതൻ തുടിതാളം കേട്ടന്നേ ഉളിയടി കുറുവടി വെതിയടി ചില്ലടി ചെണ്ട ചേങ്കില ചാഞ്ചാട്ടം പച്ചടി കിച്ചടി മധുരം പച്ചടി കുത്തരി കാളൻ കൊണ്ടാട്ടം തകിലുകൾ ഉലയണ തുടികളിലയണ മനമിത് നിറയണ ചിരിയത് പടകണ നിറപറ പൊലിയണ നിറയണ ഉണരണ തക 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 പല 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 പഴക്കണ കഥകൾ പല നാട്ടിലും പലതരം നിറങ്ങൾ വന്നോറും നിന്നോറും ഒടുക്കത്ത കളികൾ ചെറുതൊന്നോ വയസ്സൊന്നോ ഇല്ലാത്ത കൂട്ടങ്ങൾ പാട്ടിലും ഉണ്ടെന്റെ തുള്ളണ വരികൾ മത്ത് പിടിച്ചിരിക്കുമ്പോ തലകിട്ട് പെരുപ്പ് വടവലി വലിക്കണ വലി 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 ആഞ്ഞു പിടിക്കണ പിടി 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 നമ്മുടെ വിശിഷ്ട അതിഥി ബഹുമാനായ നമ്മുടെ MLA നാട്ടൻ സുരേഷ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മുടെ സമ്മേളനം ആരംഭിക്കുകയാണ്. മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഓരോ സീറ്റുകളിൽ ഇരിക്കേണ്ടതാണെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും കസേര എടുത്തൊന്നിരിക്കാവോ? ചെറുവണ്ടൂർ വീട്ടിൽ നമുക്ക് ചെറുവണ്ടൂർ കല്യാണം ജസ്റ്റ് റിസപ്ഷൻ ഫോട്ടോ എടുക്കാൻ പോവാം. ഫോട്ടോ നോക്കുന്നുണ്ടോ?
കഴിച്ചതാ 4:30 സ്വാഗതം ആശംസിക്കുന്നതിനായി നമ്മുടെ ബഹുമാനായ വൈസ് പ്രസിഡന്റ് ജോജി മാത്യുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട സ്നേഹദീപം വിഭാഗങ്ങളെ, നമ്മുടെ സ്നേഹദീപം റെസിഡൻസ് അസോസിയേഷന്റെ ഈ വർഷത്തെ ഓണാഘോഷവും കുടുംബ സമ്മേളനവും നടക്കുന്ന ഈ വേദിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യത്തിലേക്ക്. ആദ്യമായി നമ്മുടെ അസോസിയേഷന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ മക്കി എം ഈ യോഗത്തിലേക്ക് ഏറ്റെടുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിം അലക്സിനെയും ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അസോസിയേഷന്റെ സെക്രട്ടറി ശ്രീമതി മിനി റോയിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ അസോസിയേഷന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മാർഗദർശിയായി നമ്മളോടൊപ്പം വളരെയധികം സഹകരിക്കുന്ന എല്ലാ സ്നേഹദീപം കുടുംബാംഗങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ ഈ അസോസിയേഷന്റെ പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി നമ്മുടെ ബഹുമാനപ്പെട്ട അസോസിയേഷന്റെ പ്രസിഡന്റ് വർക്കി എം ജെ, നമ്മുടെ പ്രിയപ്പെട്ട ബേബി ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹം നിറഞ്ഞ അധ്യക്ഷൻ ശ്രീ നാട്ടകൻ സുരേഷ്, വേദി സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർ, അതുപോലെ തന്നെ നമ്മുടെ മത്സരങ്ങൾക്കുള്ള സമ്മാനം കൊടുക്കാവുന്ന ജിമ്മലക്സ് ഇപ്പോൾ ഇവിടെയില്ല, ജോസിയേട്ടൻ ഇവിടെ വന്നിട്ടില്ല. ജോസിയേട്ടൻ പനിയായിട്ട് കിടപ്പിലായി പോയി. പുള്ളിക്ക് ഒരു നിവൃത്തിയില്ല വരാൻ. പുള്ളി കാര്യമായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ് നമ്മുടെ യോഗത്തിൽ സംബന്ധിക്കാൻ. പുള്ളിയും വന്നിട്ടില്ല. പിന്നെ നമ്മുടെ സ്നേഹദീപം 127 കുടുംബങ്ങളിലെ അംഗങ്ങളെ ചേർത്തുകൊണ്ട് നമ്മൾ രൂപീകരിച്ചതിന് ശേഷം ആദ്യം തിരുവോണമാണ് ഈ നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മൾ പല സ്ഥലത്തും പല മേഖലകളിലും ഓണം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് ഇതുപോലെ ഒരു അസോസിയേഷനോ ഒരു സംഘടനയോ ഒന്നുമില്ലാതെ നമ്മൾ അവരെ നോക്കിക്കാണുകയും നമുക്ക് അവര് കളിക്കുന്ന മത്സരങ്ങൾ അവിടെ പോയി പങ്കെടുക്കുകയും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു അസോസിയേഷൻ രൂപീകരിച്ചപ്പോൾ അതിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട്, നമ്മളിവിടെ എല്ലാം സാധാരണക്കാരാണ്, ആ പരിമിതിയിൽ നിന്നും ഇവിടെ നമുക്ക് ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത് ഈ സ്നേഹദീപം അംഗങ്ങളുടെ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ്. അതിൽ ഞാൻ വളരെയേറെ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. നമ്മൾ മഴ ചതിച്ചു, അല്ലെങ്കിൽ കുറെ ആൾക്കാർ ഇവിടെ കണ്ടായിരുന്നു. ഞാന് നിങ്ങള് സഹകരണത്തിന് വളരെയേറെ നന്ദി പറയുന്നു. ഈ സഹകരണമാണ് നമ്മൾ ആഗ്രഹിച്ചത്. ഇവിടെ നമ്മൾ എല്ലാവരും സാധാരണക്കാരാണ്. ഈ സാധാരണക്കാരായ ആൾക്കാർ ഇവിടെ നിന്ന്
ഇത്രയും കാര്യങ്ങളും ഇത്രയും നല്ല മത്സരങ്ങളും ഒക്കെ മത്സരം എല്ലാവരും ഈ മത്സരങ്ങൾ കാണുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്ത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും കേൾക്കാമോ എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെ നമ്മൾ തുടക്കം മാത്രമാണ്. ഈ തുടക്കം നമ്മൾ അടുത്ത വർഷം അല്ല ഈ മനോഹരമായ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്ന പ്രിയങ്കരനായ സേവകൻ ശ്രീ വക്കീംജെ, ഈ വേദിയിൽ ഇരിക്കുന്ന പ്രിയങ്കരിയായ ശ്രീ ആൻസ് വർഗീസ് അവർ, ശ്രീമതി മറിയാമ്മ മാത്യു, പ്രിയപ്പെട്ട ശ്രീ എം എം സെബാസ്റ്റ്യൻ, പ്രിയപ്പെട്ട ജോജി മാത്യു, പ്രിയപ്പെട്ട മിനി റോയി ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ വിശിഷ്ടാതിഥികളെ, ജനപ്രതിനിധികളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, മക്കളെ, സുഹൃത്തുക്കളെ, ഈ സായാഹ്നത്തിൽ അതിമനോഹരമായിട്ടാണ് നിങ്ങളിവിടെ റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. നല്ല മുറ്റം, നല്ല സായാഹ്നം, നല്ല ഭംഗിയായി കസാരകളൊക്കെ വളരെ ഭംഗിയായി ഇതൊക്കെ ക്രമീകരിച്ച് എല്ലാവരും വളരെ ഹാപ്പിയായി സ്നേഹദീപത്തിൻ്റെ ഓണം ആഘോഷിക്കാൻ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി. പക്ഷേ മഴ അവിചാരിതമായിട്ട് വന്നു. അപ്പോൾ വൈസ് പ്രസിഡന്റ് ആകെ വിഷമത്തിൽ ഇരിക്കുന്നു. എന്നോട് പറഞ്ഞു, മഴ വന്നാൽ ആകെ മൂട് പോയി, ഒരു നൂറും പോകണ്ട, മഴ അനിവാര്യമായിട്ടുള്ളതാണ്, മഴ ആവശ്യമുള്ളതാണ്, ഈ മഴ സന്തോഷം ചെയ്യുന്ന മഴയാണ്. മഴ നമുക്കെപ്പോഴും സന്തോഷം പകരുന്ന ഒന്ന് തന്നെയാണ്. അധികമാകുമ്പോൾ മാത്രമാണ് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇപ്പം പെയ്ത മഴ സ്നേഹമഴയാണ്. അതുകൊണ്ട് അത് നമ്മുടെ സന്തോഷത്തിനോടൊപ്പം പ്രകൃതിയും കൂടി പങ്കുചേർന്നു എന്ന് മാത്രം കരുതിയാൽ മതി. ഇപ്പൊ ഇന്നെടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾ നാളെ ഉടുക്കാൻ രാവിലെ പോലും ഒന്ന് ഉടുക്കാൻ പറ്റിയാലെന്നുള്ളൊരു പ്രശ്നമുള്ളൂ. എല്ലാവരും നനഞ്ഞെടുത്താണ് ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്നേഹദീപം 127 കുടുംബങ്ങളുടെ സംഗമമാണ്. ഞാനത് കേട്ടപ്പോ അത്ഭുതത്തോടു കൂടി
പ്രസിഡന്റ് സംസാരിക്കുന്നത് ഞാൻ കേൾക്കുകയായിരുന്നു. 127 കുടുംബങ്ങളെ ഒന്നിപ്പിച്ച് ഒരു സംഘടന നല്ല കുറ്റമറ്റ നിലയിൽ ചിട്ടയായി കൊണ്ടുപോകുന്നു എന്നുള്ളത് സംഘാടകരുടെ മികവും കഴിവും അതിലെ അംഗ കുടുംബങ്ങളുടെ ആ ഒരു യോജിപ്പും ഒക്കെയാണ് കാണിക്കുന്നത്. പ്രസിഡന്റ്സ് അസോസിയേഷൻ പോലെയുള്ള സംഘടനകളുടെ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ ആരംഭിച്ചതിന് ശേഷം വലിയ മാറ്റങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത്. അയൽവക്കങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ കുറഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അന്നേരമൊക്കെ പറഞ്ഞൊക്കെ തീർക്കിച്ചിറക്കുന്നു കുശുമ്പുനായ്മയൊക്കെ ഉണ്ടല്ലോ. അത് മനുഷ്യ സഹജമാണ്. അതില്ലെങ്കിൽ മനുഷ്യരില്ലല്ലോ. ഇപ്പോ മനുഷ്യന്റെ ചരിത്രം തുടങ്ങുന്നത് ഇങ്ങനെ സ്മാർട്ടായിട്ട് കൊടുത്തൊരുങ്ങിയിരുന്നൊന്നും അല്ലല്ലോ. മനുഷ്യൻ പൂർണ്ണനഗ്നരായി കാടുകളിലൂടെ അലഞ്ഞു നടന്നിരുന്ന ഒരു കാലത്തെ കുറിച്ച് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ശിലായുഗം അല്ലേ? ശിലായുഗത്തിന് മുമ്പ് ഒരു കാലം ഉണ്ടായിരുന്നു. പെരുക്കുകയും പറിച്ചും തിന്നു നടന്ന കാലം എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് ഇങ്ങനെ ഇഷ്ടംപോലെ ഇങ്ങനെ ഭൂമി ഇങ്ങനെ കിടക്കുകയാണ്. ശിലായുഗത്തിന് മുമ്പാണെന്ന് ഓർത്തോണം. ഇഷ്ടംപോലെ ഭൂമി കിടക്കാണ്. ആകെ കുറച്ച് കാട്ടുമനുഷ്യർ മാത്രമേ ഉള്ളൂ. അവര് ഈ കായികനികൾ പെറുക്കി തിന്നും പറിച്ചു തിന്നും ജീവിക്കുന്നവരാ. പക്ഷെ മനുഷ്യൻ അന്നും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നെന്നാണ് ചരിത്ര പുസ്തകം പറയുന്നത്. കൂട്ടം കൂടിയേ നടക്കുള്ളൂ. കൂട്ടം കൂടി മാത്രമേ നടക്കുള്ളൂ. ഇഷ്ടംപോലെ കായികനികളുണ്ട് പെറുക്കിയും പറിച്ചും ഒക്കെ തിന്നാനായിട്ട്. പക്ഷെ അപ്പോൾ ഈ കൂട്ടം കൂടി വന്നു വരുമ്പോ ആദ്യം പറിക്കാനും ഏറ്റവും നല്ലത് പറിക്കാനും അല്ലെങ്കിൽ പെറുക്കാനും വേണ്ടിയിട്ട് ഉന്തുന്നെള്ളം ഉണ്ടാക്കുവാനാണ് പറയുന്നത്. അത് മനുഷ്യന്റെ ഒരു രീതിയാണ്. അതൊരു പക്ഷേ അതൊക്കെ വേറെ ചില തലങ്ങളിലേക്ക് അതിനെക്കുറിച്ച് സംസാരം കൊണ്ടുപോകാം. പക്ഷെ ഞാൻ ആ സമയം കളയുന്നില്ല. അതൊക്കെ ആരോഗ്യകരമായ ഒരു ജീവിത വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിന് അനിവാര്യമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ അതുകൊണ്ട് ചെറിയ ചെറിയ കുശുമ്പ്, ചെറിയ ചെറിയ കുഞ്ഞായ്മകളും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതെല്ലാ രംഗത്തും ഉണ്ട്. രണ്ടുപേര് മാത്രം താമസിക്കുന്നിടത്തുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ? ഭാര്യയും ഭർത്താവ് തന്നെ ആണെങ്കിൽ പോലും ഇടയ്ക്കൊരു ചെറിയൊരു അലമ്പുണ്ടാക്കിയില്ലെങ്കിൽ ഒരു സുഖം കിട്ടില്ല. അപ്പോ ഇതൊക്കെ നമ്മുടെ നാടിന്റെ അല്ലെങ്കിൽ ജീവിത വ്യവസ്ഥയുടെ ഭാഗമായി ഇതൊക്കെ. പക്ഷെ പണ്ടത്തേക്കാൾ ആ അസ്വസ്ഥതകളൊക്കെ കുറഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല യോജിപ്പിലായി. അതിന്റെ അറിയണമെങ്കിൽ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിലെ പരാതിയെ കുറിച്ചൊന്ന് തിരക്കാണ്. കുറവാ പരാതികൾ, പഴയപോലെ ഒന്നുമില്ല. പരാതികൾ വളരെ കുറവാണ്. അതുപോലെ തന്നെ മനസ്സ് പറഞ്ഞു നമ്മളിങ്ങനെ കൂടുകയല്ലേ, അങ്ങനെ കൂടുന്നു മനസ്സ് തുറന്നു. ഇപ്പം ഇവിടെ ഇപ്പം എന്തൊക്കെയാണ് കലാപരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത് എന്ന് എനിക്കറിയില്ല. എല്ലാവരുടെയും കൂടുന്നു, കലാപരിപാടികൾ സംഘടിപ്പിക്കുന്നു, ഓണം ആഘോഷിക്കുന്നു, വാർഷിക പരിപാടികൾ നടത്തുന്നു, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഒരു 3-4 മണിക്കൂർ അല്ലെങ്കിൽ അതിലേറെ മണിക്കൂറുകൾ എല്ലാവരും കൂടി ഒന്നിച്ച് ചെലവഴിക്കുന്നു. രസകരമായിട്ടുള്ള കളികളൊക്കെ സംഘടിപ്പിക്കുന്നു. എന്നോർത്തേക്ക് നമ്മള് എന്ത് ഒരു ഭംഗിയാണ്, എന്തൊരു ഐക്യമാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓണം നിങ്ങളിപ്പോ വാർഷികമായി 29 ഓണം ആഘോഷിക്കുകയാണ്. ഓണം ആഘോഷിക്കേണ്ടത് തന്നെയാണ്. ഇവിടെ എനിക്ക് 56 വയസ്സായി. എന്റെ പ്രായത്തിലുള്ള ആളുകള് എവിടാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്? നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ എന്ത് രസമായിരുന്നു ഓണം. അതിഭയങ്കരമായിരുന്നു. എന്റെ വീടിനടുത്ത് ഉള്ള ഒരു വീട്ടുമുറ്റത്ത് വലിയൊരു പുളി നിൽപ്പുണ്ട്. ആ പുളിയിൽ വലിയ ശിഖരങ്ങളുണ്ട്. അതേലെ ആ വീട്ടിലെ ഉടമസ്ഥൻ മൈക്കിളച്ചൻ വലിയ വടം പോലത്തെ വടം തന്നെ മേടിച്ചോണ്ട് വന്നിട്ട് വലിയ ഊഞ്ഞാലുണ്ടാക്കി ഞങ്ങൾ ആ പ്രദേശത്തുള്ള കുട്ടികൾ മുഴുവൻ ആ മുറ്റത്താണ്. 10-12 ദിവസം അവിടെയാണ് ഈ ഊഞ്ഞാലൊക്കെ ആടി ഭയങ്കര തകർത്ത് ആഘോഷിക്കുന്നതാണ്. അതേപോലെ എന്റെ അച്ഛന്റെ വീട് ചിങ്ങോലത്താണ്. അവിടെ ചെല്ലുമ്പോ അവിടെ അമ്മമാരും സഹോദരിമാരും എല്ലാം ഇരുന്ന് സ്ത്രീകളുടെ കുറെ കളികളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും എനിക്ക് ഞാൻ കൂടെ പാടുന്ന ഒരു പാട്ടുണ്ട്. കുടമുതലി കുടമുതലി കുടത്തിപ്പെണ്ണ് എന്ന് പറയുന്നത്. അതൊരു വലിയ രസകരമല്ല. അപ്പൊ അങ്ങനത്തെ പാട്ടുകള് അതുമായി ചേർത്ത് വെച്ചുകൊണ്ടുള്ള കളികള്, ആളുകളൊക്കെ ആണെങ്കിൽ കബഡി കളി, ഓണത്തിന്റെ പ്രത്യേകം ഞങ്ങളുടെയൊക്കെ അവിടെ നാട്ടകത്ത് മറിയപ്പള്ളിയിലൊക്കെ കബഡി കളി, കിളികളി.
കിളി കളിക്കുക എന്ന് പറയുന്നത്, പിന്നെ അക്ക് കളിക്കുന്നത്, അങ്ങനെ എന്തെല്ലാം രസകരമായ ഒരു കാലമായിരുന്നു ആ ഓണക്കാലം എന്ന് പറയുന്നത്. ഇന്ന് ദാരിദ്ര്യത്തിന്റെ പ്രശ്നം കൂടെ ഉള്ളതുകൊണ്ട് പുതിയ ഉടുപ്പൊക്കെ കിട്ടുന്ന വലിയ സന്തോഷമാണ്. അതേപോലെ ഏറെ ഭക്ഷണം കഴിക്കാനായിട്ട് കിട്ടുന്ന എന്ന് പറഞ്ഞാൽ ഏറെ കറികളും ഒക്കെ കൂട്ടി ഭക്ഷണം കഴിക്കുന്ന അങ്ങനെയൊക്കെ അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്തൊക്കെ. അപ്പോ ആ ഓണം പക്ഷെ നമ്മുടെ ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ല. ഇന്നത്തെ കുട്ടികളുടെ ഓണം എന്ന് പറയുന്നത് ഹോട്ടലിന്റെ വാതിൽക്ക് പോയി ക്യൂ നിന്ന് അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന ചോറും കറികളോടെ ഒരു ഇലക്കകത്ത് വിളമ്പി കഴിക്കുന്നതാണ് ഇന്നത്തെ കുട്ടിയുടെ ഓണം. അവർക്ക് ഓണത്തെ കുറിച്ച് അത്രേ അറിയാവുള്ളൂ. നാട്ടകത്ത് അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഹോട്ടലിന്റെ വാതിൽക്ക് അവസാനം ഒന്നും തള്ളും അടിയും തോണവും പോലീസും എല്ലാം വന്ന് ഓണം തീർന്നു. പക്ഷെ പണ്ടങ്ങനെ എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന ഞാൻ പറഞ്ഞാൽ എന്റെ പ്രായമാണ് ഞാൻ പറയുന്നത്. ആ പ്രായത്തിലുള്ളവർക്ക് ആ വീട്ടിൽ കറികളൊക്കെ വെച്ച് എല്ലാവരും കൂടെ ഒന്നിച്ചുകൂടി, മിക്കവാറും എല്ലാവരും കൂടെ ഒന്നിച്ചു ഉച്ചക്കത്തെ ഉച്ചകൂടി കഴിയുമ്പം പിന്നെ കെട്ടിച്ചുവിട്ട മക്കളും അവരുടെ വീട്ടുകാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നു. അങ്ങനെയൊക്കെ അല്ലേ, എന്ത് ഭയങ്കരമായ രസമായിരുന്നു. ഈ ഓണം എന്താ നമ്മൾ പഠിപ്പിക്കുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്? ഓണത്തിന് ഒത്തിരി ഐതിഹ്യമുണ്ട് ഓണത്തിന് ഇല്ലേ, ഐതിഹ്യമുണ്ട്, ചരിത്ര പശ്ചാത്തലമുണ്ട്, കാലാവസ്ഥയുണ്ട്. ഇപ്പം കർക്കിടകമായിരുന്നു. കർക്കിടകത്തിന്റെ ആ കാറെല്ലാം ഒഴിഞ്ഞ് ആ ദുരിതം ഒക്കെ നമ്മൾ ഏറ്റുവാങ്ങി അതെല്ലാം കഴിഞ്ഞ വറുതിയുടെ കാലം കഴിഞ്ഞിട്ട് പുതിയ പുലരിയുടെ കാലമാണ് ഇല്ലേ. നമുക്ക് ചിങ്ങം ഒന്ന് പറക്കാന്നൊക്കെ പറയുമ്പോൾ തന്നെ പ്രത്യേക ഒരു പുലരിയും പിന്നീടുള്ള ദിവസങ്ങൾ ഓണത്തിൻ്റെതാകുന്നു. അങ്ങനെ ഇപ്പൊ കാലാവസ്ഥയുടെ ഉണ്ട്, അത് വലിയ വേറെ കഴിയുന്ന കാര്യങ്ങളൊക്കെ. കാലാവസ്ഥയുടെ ഉണ്ട്, ചരിത്രമുണ്ട്, ഐതിഹ്യമുണ്ട്. ഏതായിരുന്നാലും ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒന്നുണ്ട്, എല്ലാവരും ഒന്നുപോലെ ജീവിച്ച ഒരു കാലമായിരുന്നു എന്നുള്ളത്. അല്ലലില്ലാത്ത, അലച്ചിലില്ലാത്ത, കള്ളത്തരങ്ങളില്ലാത്ത, കൊള്ളവാക്കുകളില്ലാത്ത, കൊള്ളവചനങ്ങളില്ലാത്ത എല്ലാ മനുഷ്യരും ഒന്നുപോലെ ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ സ്മരണ പുതുക്കുകയാണ് നമ്മൾ. അപ്പൊ നമുക്ക് ആ കാലത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പുനഃസൃഷ്ടിക്കാനായിട്ട് അല്ലെ പുനരാവിഷ്കരിക്കാനായിട്ട് കഴിയുമോ എന്ന് നമ്മൾ എല്ലാവരും കൂടി ചിന്തിക്കണം. നമുക്കതിന് കഴിയും. അങ്ങനത്തെ ഒരു നല്ല കാലത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകാൻ ഈ ഓണത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടി തീരുമാനമെടുക്കാം. അപ്പുറത്തെ ആളിലെ അയൽവക്കക്കാരന്റെ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ആ പ്രയാസം അവന്റെ കണ്ണുനീർ ഒപ്പാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓണമായി. അത് കാണാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഏതൊരു ഓണം ആഘോഷിച്ചിട്ടും കാര്യവുമില്ല, ഒന്നും ആഘോഷിച്ചിട്ടൊരു കാര്യമില്ല. നമുക്കെല്ലാം ഉണ്ട്, അപ്പറേ ഒന്നുമില്ല. അവിടെ പട്ടിണിയാണ്, കുട്ടികൾക്ക് ബുക്കും പുസ്തകവും ഇല്ല, സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, മരുന്ന് മേടിക്കാൻ കഴിയുന്നില്ല. നമ്മൾ പിന്നെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്ക് ഒന്നുമില്ല. നമുക്ക് എല്ലാവരും ഒരേ മനുഷ്യർ എന്നുള്ള നിലയിൽ നോക്കിക്കേ, എല്ലാവരും ഒന്നാണ്. അതുകൊണ്ട് സഹജീവികളുടെ കണ്ണീരൊപ്പാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ മാനവികതയും മനുഷ്യത്വവും ജീവകാരുണ്യ പ്രവർത്തനവും ദൈവികമായ പ്രവർത്തനവും എല്ലാതാണ്. അതൊക്കെയാണ് ഓണം. അപ്പൊ നന്മ നിറഞ്ഞ എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഓണം ഞാൻ ആശംസിക്കുന്നു. പിന്നെ അപ്പുറം ഇപ്പുറമൊക്കെ എൻ്റെ കൂടുതലുള്ളവർ വന്ന് വിളിക്കുന്നത് ഇനി 5 പരിപാടിക്ക് പോകേണ്ടതാണ്. അവിടെ നിന്ന് ഒരാൾ വാച്ച് തൊട്ട് കാണിക്കുന്നു, ഇവിടെ ഒരാൾ അസ്വസ്ഥനായിട്ട് വന്ന് വരുന്നു. അപ്പം നമുക്ക് അടുത്ത ഒരു പരിപാടിയിൽ കുറേ ദിവസമായിട്ട് ഭയങ്കര തിരക്കാണ്. 26-27 പരിപാടികളാണ് ഒരു ദിവസം. നാളെ ഉച്ചകൊണ്ട് ഏകദേശമൊക്കെ ഒന്ന് ഇതാകും. അപ്പം എല്ലായിടത്തും ആളുകൾ പ്രതീക്ഷിച്ചിരിക്കുന്ന കാരണം പോകാനായിട്ടുള്ള അനുമതി ഞാൻ തേടുകയാണ്. നമുക്ക് വാർഷികാഘോഷം നടത്തുമ്പോൾ നേരത്തെ തന്നെ വന്ന് നമുക്കൊരു കസാരകളിയൊക്കെ നടത്തി. എനിക്ക് കസാരകളി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രസകരമായിട്ടുള്ള പരിപാടിയിലൊക്കെ അന്ന് പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നമുക്ക്
പുൽകാനായി കൊതിയൂറും മാരിക്കാറും ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞി കൈകൾ ഓണവില്ലിലൂഞ്ഞാലാടും വണ്ണാത്തിക്കിളേ നിന്നെ പുൽകാനായി കൊതിയൂറും മാരിക്കാറും. ഭൂതഗണാഭിസേവിതം കവിത്വജം ഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം നമാമി വിഘ്നേശ്വര പാദപങ്കജം. കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലക്കാരു കൊടുത്തു മുത്തു പതിച്ചൊരു പൂത്താലി, സഖി മുത്തു പതിച്ചൊരു പൂത്താലി. തട്ടാനും വന്നില്ല തങ്കമൊരുക്കിയില്ല, തട്ടാനും വന്നില്ല തങ്കമൊരുക്കിയില്ല, കൊന്ന കൈയിനാരു കൊടുത്തു പൊന്നുകൊണ്ടൊരു മണിമാല, സഖി പൊന്നുകൊണ്ടൊരു മണിമാല. കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലക്കാരു കൊടുത്തു മുത്തു പതിച്ചൊരു പൂത്താലി, സഖി മുത്തു പതിച്ചൊരു പൂത്താലി. കണ്ണാടിയില്ലാഞ്ഞോ കളിയാട്ടം കൂടിട്ടോ, കണ്ണാടിയില്ലാഞ്ഞോ കളിയാട്ടം കൂടിട്ടോ, പച്ചമുരുക്കിൻ നെറ്റിയിലൊക്കെ പാറിയല്ലോ സിന്ദൂരം, സഖി പാറിയല്ലോ സിന്ദൂരം. കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലക്കാരു കൊടുത്തു മുത്തു പതിച്ചൊരു പൂത്താലി, സഖി മുത്തു പതിച്ചൊരു പൂത്താലി. കീർത്തനം പാടാനോ കിന്നാരം പറയാനോ, കീർത്തനം പാടാനോ കിന്നാരം പറയാനോ, വള്ളിക്കാട്ടിൽ കയറി കൂടി പുള്ളിക്കുയിലും പൂങ്കുയിലും, സഖി പുള്ളിക്കുയിലും പൂങ്കുയിലും. കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലക്കാരു കൊടുത്തു മുത്തു പതിച്ചൊരു പൂത്താലി, സഖി മുത്തു പതിച്ചൊരു പൂത്താലി, സഖി മുത്തു പതിച്ചൊരു പൂത്താലി. വിപ്രപത്നിയപ്രദേശേലിരുന്നു കിട്ടിയ നെല്ലിൽ ക്ഷിപ്രമണം കുറച്ചെടുത്തു വറുത്തിടിച്ച വിലാക്കി, വിപ്രപത്നിയപ്രദേശേലിരുന്നു കിട്ടിയ നെല്ലിൽ ക്ഷിപ്രമണം കുറച്ചെടുത്തു വറുത്തിടിച്ച വിലാക്കി. വൃത്തിയാക്കി വൃത്തിയോടെ കൊടുക്കയപ്പതിനായി, ആദ്യകൊടു മാത്രമില്ലാതുഴങ്ങു പത്നിയുടനെ. വൃത്തിയാക്കി വൃത്തിയോടെ കൊടുക്കയപ്പതിനായി, ആദ്യകൊടു മാത്രമില്ലാതുഴങ്ങു പത്നിയുടനെ. കൊടുത്തുകീറി മുഷിഞ്ഞതായ പുടവ ചെരിച്ചെടുത്തു പൊതിഞ്ഞു കെട്ടി കിഴിയതാക്കി കൊടുത്തു വിപ്രൻ കരത്തിൽ.
കൊടുത്തു കിഴി മുഷിഞ്ഞതായ കുടവ ശരീച്ചെടുത്തു പൊതിഞ്ഞു കിട്ടി കിഴിയതാക്കി കൊടുത്തു വിപ്രഹരത്തിൽ പഠിക്കരുതേ എനിക്ക് കഥ നടക്കയിനീരേകാൻ കൊടുക്കതൊണ്ടേ മുകുന്നതലും നമുക്ക് ഗതിയുടനെ പഠിക്കരുതേ എനിക്ക് കഥ നടക്കയിനീരേകാൻ കൊടുക്കതൊണ്ടേ മുകുന്നതലും നമുക്ക് ഗതിയുടനെ പത്തിരിയാളിത്തരമുരച്ചതിനെ കേട്ടു വൃദ്ധനതും ഭൂസുരനും ഇത്തരമുര ചെയ്തു പത്തിരിയാളിത്തരമുരച്ചതിനെ കേട്ടു വൃദ്ധനതും ഭൂസുരനും ഇത്തരമുര ചെയ്തു തിടച്ചിടുന്നുണ്ടു നടപ്പതിനുമാകാം ഉൾപ്പതിനോ തുണിയുമില്ലെന്നറിഞ്ഞു കൂടെ നിനക്ക് തിടച്ചിടുന്നുണ്ടു എനിക്കു നടപ്പതിനുമാകാം ഉൾപ്പതിനോ തുണിയുമില്ലെന്നറിഞ്ഞു കൂടെ നിനക്ക്. ശങ്കരായ 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 മംഗളം ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം സദൃശായ മംഗളം ചന്ദനായ മംഗളം ചിന്മയായ തന്മയായ തന്മയായ മംഗളം അചഞ്ചലായ മംഗളം അകിഞ്ചനായ മംഗളം ജഗത്ശിവായ മംഗളം നമഃ ശിവായ മംഗളം മംഗളം ചുറ്റി ഓണത്താടി വരുന്നേ ഓണത്താടി വരുന്നേ നെല്ലാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശത്തോടി ചുരി വിലാരപ്പെട്ടു ചുറ്റി ഓണത്താടി വരുന്നേ ഓണത്താടി വരുന്നേ. ആകാശത്തോട് ചുരി വിലാരപ്പെട്ടു ചുറ്റി ഓണത്താടി വരുന്നേ ഓണത്താടി വരുന്നേ.
കതിരു കവിഞ്ഞേ പാട്ടാടി പണം വരുമ്പോൾ പാടിയും പാടമെല്ലാം കതിരു കവിഞ്ഞേ കാലും കുടമണികളിലെ കേളി പറിഞ്ഞു അറിയാതൊരു പരിവീരിലെ മഞ്ഞു പൊഴിഞ്ഞേ മഞ്ഞു പൊഴിഞ്ഞ വെള്ളാരപ്പൂമലയിലെ ആകാശത്തോടി ചുരിലാരപ്പട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ വെള്ളാരപ്പൂമലയിലെ ആകാശത്തോടി ചുരിലാരപ്പട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. ചൂടി അടുത്ത് മാടി കവിതകൾ പാടി അരക്കിട്ട് തേരുന്ന് പൊടിയില് സുഗന്ധത്തിൽ നാമച്ചു തേടി മുകളിലെ ചുടുചോര ഒഴുകുന്നു പരമാനന്ദര സുഖമത് തേരുന്നു മോഹങ്ങൾ കവിതകൾ ഇറങ്ങുന്നു ഉള്ളെന്ന് പറയാനിട്ട് നെഞ്ചു പിടിക്കണ കണ്ണാടി മിന്നുന്നു വെള്ളാരം കണ്ണുള്ള ജീവിതത്തെ മേയുള്ള പെണ്ണേറുള്ള ശൃംഗാരി കരിമീനുള്ള തലവാണി കുന്നലെ കണ്ടപ്പോ क्या हंसी है उसी की वजह से तो कसी में मुझे मिल जाए बस तेरे ही बानी मिलो हरदम तुम्हें कोई नजदीक बेचैनी है बेरत नहीं है तेरा का झोंकी तेरी खातिर ही पूरा दिल में हो गई मुझे क्या എന്റെ കടക്കടമുനയോ അറുമ്പീന്റെ മെഴിയോ എന്റെ കരളിന്റെ പ്രിയമോ നീ എനിക്ക് സുന്ദര രാത്രിയോ സുന്ദരി പെണ്ണേ കണ്ടു തൊട്ടേന്റെ ചങ്കില് തീയന്റെ ചുണ്ടില് തേനോ മധുരമനോ പരിപാടത്തെ ചേരുന്ന കാലപ്പ് പോലുള്ള പുഞ്ചിരി കണ്ടെത്തുള്ളൊക്കെ കാട് ചെഞ്ചോരം ചുണ്ടത്തെ ചേരുന്ന ചായത്തെ കൊണ്ടുവന്നപ്പോൾ നെഞ്ചകം പാടി കരിമൊഴിയുടെ കളവാണി കാത്തുള്ളനെ കണ്ടപ്പോ
താങ്ക് യു. ശ്രേയഘോഷന്റെ ഭാഗം അല്ല പാടാൻ ഉദ്ദേശിച്ചത്, അത് വേറെ ഒരാളായിരുന്നു പാടുന്നത്. താങ്ക് യു. ഇന്നലത്തെ ഒരു കാലാവസ്ഥ വെച്ച് നോക്കിയിട്ട് രാത്രി മൊത്തം മഴയായിരുന്നു, പക്ഷെ ഇന്ന് പകല് മൊത്തം നല്ല ശക്തമായ വെയിലുമായിരുന്നു. അതുകൊണ്ട് സത്യം പറയാൻ മത്സരങ്ങൾ പോലും ശരിക്കും നടത്താൻ പറ്റാത്ത രീതിയിലുള്ള ചൂട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. എങ്കിലും ഒത്തിരി ആളുകൾ ഇതിനകത്ത് പങ്കെടുത്തു. അത് ഭയങ്കര ഒരു അഭിമാനത്തിന്റെ ഒരു നിമിഷമായിരുന്നു. ഒത്തിരിയേറെ ആൾക്കാർ ഇതിനകത്ത് പങ്കെടുക്കുകയും സമ്മാനം നേടുകയും ചെയ്യുന്നതിന് ഏറ്റവും ആദ്യമായിട്ട് ഞാൻ സർവേസിനോട് നന്ദി പറയുന്നു. കാരണം നല്ല കാലാവസ്ഥ നൽകി നമ്മളെ തമ്പുരാൻ അനുഗ്രഹിച്ചു. എന്തുവാ, ഒരു മഴ പെയ്തെങ്കിലും അതിനുശേഷം തോർന്ന് എല്ലാ കാര്യങ്ങളും നമ്മുടെ ആദ്യമായ ഒരു ഓണപരിപാടിയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നതിന് ഓർത്ത് ഞങ്ങൾ ഭാരവാഹി ഒരു സെക്രട്ടറി എന്ന നിലയിൽ എനിക്കൊരു അഭിമാനമെന്ന് തോന്നുന്നു. കാരണം ഒത്തിരി പോരായ്മകളും കുറവുകളും ഒക്കെ വന്നിട്ടുണ്ട്, എങ്കിൽ പോലും ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയതിനെ ഓർത്ത് സർവീസിനോട് നന്ദി പറയുന്നു. ആദ്യമായി ഒത്തിരിയേറെ തിരക്കുകൾ ഉണ്ടായിട്ടും ഇവിടെ വന്ന് നമ്മുടെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ഏറ്റുമാനൂർ MLA നാട്ടകം സുരേഷ് സാറിന് ഏറെ സന്തോഷത്തോടെ ഞാൻ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ തിരക്കുകൾ ഉണ്ടായിട്ടും നമ്മുടെ കൂടെ വന്ന് ജിം അലക്സിന് ഇന്നലെ തന്നെ സാറിന് ചോദിച്ചു എപ്പോഴാണ് ഞാൻ വരണ്ടേന്ന് ചോദിച്ചു. അത്രയേറെ ഉത്സാഹത്തോടെ എപ്പോൾ വിളിച്ചാലും ഓടിയെത്തുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ജിം അലക്സിനും ഏറെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മെമ്പർമാര് ജോസിയേട്ടനും എത്തേണ്ടതായിരുന്നു. ചില സാങ്കേതിക കാരണങ്ങൾ ജോസിയേട്ടൻ എത്തിച്ചേരാൻ പറ്റിയില്ല. എങ്കിൽ പോലും ബാക്കി 2 ആൻസ് മെമ്പറിനും മറിയാമ്മ മെമ്പറിനും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ജോയ് സാറിനും ആശംസ അറിയിച്ച ജോയ് സാറിനും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതുപോലെ നമുക്ക് ഈ വീട് വിട്ടു നൽകിയ എല്ലാ സ്വാതന്ത്ര്യത്തോടും നമുക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമുക്ക് ഈ വീട് വിട്ടു നൽകിയ ബിനോയ് ചേട്ടനും കുടുംബത്തിനും ഏറെ സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തിരുവാതിര സംഘത്തിനൊരു പ്രത്യേകം നന്ദി പറയുന്നു. നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ അതിനകത്ത് റിയാക്ട് ചെയ്ത് ഇത്രയും ആൾക്കാര് അതിനകത്ത് മുന്നോട്ട് വന്ന് നല്ല രീതിയിൽ അത് അവർ പഠിച്ച് ചെയ്യുകയും ചെയ്ത അവർക്ക് പ്രത്യേക ഒരു നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ എല്ലാ കലാപരിപാടികളും അവർ അവതരിപ്പിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ ഈ പരിപാടി ഇത്രയേറെ നല്ല രീതിയിൽ ചെയ്യാൻ നിങ്ങളുടെ എല്ലാം ഓരോരുത്തരും സഹകരണം കൊണ്ടാണ് നമുക്ക് സാധിച്ചത്. അല്ല ഞങ്ങളുടെയോ ഭാരവാഹികളുടെ കഴിവുകൊണ്ടൊന്നും അല്ല അത് സാധിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പൂക്കൾ
നല്ലൊരു പാട്ടുകളുണ്ട് സ്നേഹജീവിതത്തിന്റെ സ്നേഹത്തിൽ പ്രയാസത്തിന്റെ വിവക്ഷനാവുന്ന പ്രേമാസ്ത സ്നേഹജീവിതത്തിലേക്ക് എല്ലാവരും നന്ദി പറയുകയാണോ? സ്നേഹജീവിതത്തിലേക്ക് എല്ലാവർക്കും കാണുന്നവര് പാടി പറയും സ്നേഹ മോദി അങ്ങോട്ട് പാടി സ്നേഹജീവിതത്തിന്റെ വെളിച്ചം തെളിയിച്ച നമ്മളുടെ എല്ലാ അംഗങ്ങളും വന്നിട്ടുള്ള സ്നേഹജീവിതത്തിലേക്ക് എല്ലാവരും ഒന്നിച്ചു വരുന്ന ഈ ചാടിമറിയും ചാടിമറി സ്നേഹജീവിതത്തിൽ എല്ലാവരും ചാടിമറിയുണ്ട് സ്നേഹജീവിതത്തിന്റെ ചാടിമറിഞ്ഞ് സ്നേഹജീവിതം ചാടിമറിയേ നമ്മൾ ഓരോരുത്തരുമായി പങ്കെടുത്ത് ജീവിച്ച എല്ലാവർക്കും നന്ദി പറയുന്നവർക്ക് കേറി വരൂ സ്നേഹത്തിന്റെ വെളിച്ചം പറയുന്ന എല്ലാവരും കേറി വരൂ സ്നേഹത്തിന്റെ വെളിച്ചമാണിത് കേറി വരൂ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അടിപൊളി കാറ്റോടുകൂടി നമ്മൾ പ്രവർത്തിക്കാം എല്ലാവരും കേറി വരൂ ഇതാണ് സ്നേഹം ഇതാണ് നമ്മുടെ ഐക്യം ഈ ഐക്യത്തിലേക്ക് മുന്നോട്ട് പോകുവാൻ നിങ്ങളെല്ലാവരും ഒന്നിച്ചു ചേർന്ന് നമ്മുടെ ഐക്യം ബലപ്പെടുത്തുവാൻ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് സ്നേഹത്തിന്റെ ഭാഷയിൽ അടിച്ചൊഴിക്കുവാൻ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഈ സ്നേഹം മുന്നോട്ട് പോകുവാൻ ഈ സ്നേഹം മുന്നോട്ടും പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളുണ്ടാം പടയുടെ വൻമുടിയെ കൊട്ടിക്കേറുണ്ടാം പള്ളിക്കുള്ളിൽ
മുനിയാണ്ടി പണ്ടാരങ്ങൾ ഇനി അന്റെ കാവടിയാടാ നീ കനനി കാടിയെ കണ്ടേ എല്ലാവരും